ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടും നമ്മുടെ ബർമൻസിലെ ലാസ്റ്റ് മാസമാണല്ലോ ഡിസംബർ. മറ്റു 3 മാസങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യസ്തമാണല്ലോ ഡിസംബർ വൈബ്സ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒക്കെ ഒരേ തീമിലാണല്ലോ പോകുന്നത്, ലൈക്ക് ഓട്ടം. അതും രസമാണ്, വേറൊരു വൈബാണ്. പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള വൈബാണ് നമ്മുടെ ഡിസംബർ. അപ്പോൾ സമയം ഇപ്പോൾ 10:30. അപ്പോൾ ഇപ്പോൾ മുതലാണല്ലോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ ആണല്ലോ, അപ്പോൾ ഹലോ ഡിസംബർ ആ ഒരു കോൺസെപ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. എത്രത്തോളം സക്സസ് ആവും ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടേക്ക് വലിയൊരു ധാരണ ഇല്ല. ഞാൻ എൻ്റെ ഐഡിയക്ക് അനുസരിച്ചിട്ടൊരു അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ ചാനൽ അറിയിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ടു ഡു ലിസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഭയങ്കര അഡിക്റ്റാണ് ടു ഡു ലിസ്റ്റ് എഴുതുന്ന കാര്യത്തിനോട്. അതായത് എനിക്ക് എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാനുള്ളൊരു താല്പര്യം വരൂ. അതായത് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇങ്ങനെ ടിക്കറ്റിലുണ്ടല്ലോ, അത് കഴിഞ്ഞും ആ ഒരു കാര്യം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. എനിക്ക് എന്തോ അത് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഞാൻ സംഭവമാണ് ആ ഒരു തോന്നലിങ്ങനെ വരും. അപ്പോൾ അതോടെ എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം ടു ഡു ലിസ്റ്റ് എഴുതും. എന്നിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, ആൾക്കും ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ടു ഡു ലിസ്റ്റ് എഴുതി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. ഡിസംബർ ആണല്ലോ, അപ്പോൾ എന്നത്തെക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടും റൂമൊന്ന് സെറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ കാര്യമായിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. കുറച്ച് ക്രിസ്മസ് ട്രീ, കുറച്ച് നല്ല ഒരു ക്രിസ്മസ് ട്രീ, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ലൈറ്റ്സ്, കാര്യങ്ങൾ ഫെയർ ലൈറ്റ്സ്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതൊക്കെയാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞ് ഇനി സ്കിൻ കെയറിൻ്റെ ജേണലിൽ കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടപ്പോഴും ഞാൻ അതിലൊരു ടിപ്പ് ഉണ്ട്. എൻ്റെ കയ്യിൽ സ്ക്രബ്ബ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫേസ് സ്ക്രബ്ബ്. അപ്പോൾ എനിക്ക് പുതുതൊരെണ്ണം വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ പർപ്പിളത്തെ മെമ്പർഷിപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് കടയിൽ നിന്ന് അധികം വാങ്ങിക്കാറില്ല, പർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങിക്കാറുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൂടെ കൊടുക്കാൻ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം ഫ്രീ ഷിപ്പിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലെൻസറും ടോണറും ഒക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ചാൽ എന്താ പറയുക, മെമ്പർഷിപ്പ് എടുക്കും വേണ്ട, എന്നാൽ ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും ചെയ്യും. അതായത് എന്തായാലും ഒരു 1000 അടുത്തേക്ക് വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കണക്ക് കൂട്ടൽ. പിന്നെ ഞാൻ വീക്ക്ലി വൺസ് സ്ക്രബ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും സ്ക്രബ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ചെറുപയർ പൊടിച്ചിട്ടും അത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എഴുതി വെക്കുകയാണ്. അപ്പോൾ സെൽഫ് കെയർ ചാനലിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാനിങ്ങനെ യൂട്യൂബിൽ നിന്ന് ഓരോ കാണുന്നതും അതും ഇതും. സൺടാന് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കണ്ണിൽ ഡാർക്ക് സർക്കിൾസ് പോകാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് അതൊക്കെ ഇതിൽ അങ്ങനെ എഴുതി വെക്കും. പിന്നെ ഒന്ന് തടിക്കണം എന്നൊക്കെ ഉണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ട് അപ്പോൾ തടിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് കാര്യങ്ങൾ അങ്ങനത്തതൊക്കെ ഇതിൽ അങ്ങനെ എഴുതി വെക്കാറാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും എഴുതി വെച്ചിട്ടുണ്ട്, ഇനി ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് വൃത്തിയാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു ക്രിസ്മസ് ട്രീ വെച്ചാൽ നന്നാകുമെന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ റൂമിൽ വേറൊരു ഡെസ്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ ഏതൊക്കെയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥിരം പ്രേക്ഷകരാണെങ്കിൽ അവർക്ക് അറിയാം എൻ്റെ റൂമിൽ 2 ഡെസ്ക് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ മറ്റേ ഒരു ഡെസ്കിൽ ഞാൻ നമ്മുടെ നവംബറിൽ ഒരു ഓട്ടം തീമിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ കുഴപ്പമില്ല, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കോളേജിലേക്ക് ഓരോ വർക്ക്സ്, കുറേ വരക്കാനും പെയിൻ്റ് അടിക്കാനും വെട്ടാനും കുത്താനൊക്കെ ഉണ്ടായിരുന്നു. ഈ നിലവിൽ ഈ കാണുന്ന ഡെസ്ക് എനിക്ക് തികയാത്തൊരവസ്ഥ പോലെ ഇങ്ങനെ ഫീൽ ചെയ്ത്, അപ്പോൾ ഞാൻ മറ്റേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ആ ഡെസ്കിൽ ഇരുന്നിട്ടായി പിന്നെ കോളേജിലത്തെ കാര്യങ്ങൾ ചെയ്യലും. ഈ ഒരു വലിയ ഡെസ്കിൽ ഇരുന്നിട്ട് ആദ്യം ചിത്രം വരക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ പെയിന്റ് അടിക്കാൻ മാത്രമായിട്ട് ഞാൻ ആ ഡെസ്ക് യൂസ് ചെയ്യും. മറ്റത് ഇതിന്മേലാകെ നിറഞ്ഞിട്ടുണ്ടാവും സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പെയിന്റ് കൂടെ അടിച്ചാൽ വല്ല പെയിന്റ് അവിടെ എവിടെയൊക്കെ ആവും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ആവശ്യമുള്ള പേപ്പേഴ്സ് ഉണ്ടാവും, ആവശ്യമില്ലാത്ത പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ വൃത്തികേടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റേ ഡെസ്കിലായിരുന്നു പിന്നെ കോളേജിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാണ്ട് ഒരു കോളേജിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ നവംബറിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വന്നു. അത് ഡിസംബർ 5-ാം തീയതിക്കായിട്ടാണ് എൻ്റെ ലിസ്റ്റിൽ വരുന്നത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ എന്നത് അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു വുഡൻ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ഓട്ടം ഡെക്കറേഷനൊക്കെ അതുമല്ലായിരുന്നു ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയപ്പോൾ എൻ്റെ പെന്നും, അതായത് കയ്യിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ടൂൾസ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന 2 ഹോൾഡേഴ്സ് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ വൃത്തിയാക്കി ഒക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. റൂമിൽ വല്ലാണ്ട് കച്ചറല്ല, എന്നാൽ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ വൃത്തിയാകുമല്ലോ. പിന്നെ ഈ ഒരു വിൻഡോ, ഇതാണ് എൻ്റെ ലൈറ്റിങ്ങിൻ്റെ മെയിൻ സോഴ്സ്. അവിടെ ആയിരിക്കും ഉള്ള കച്ചറ മൊത്തം അവിടെയാണ്. വെള്ള പെയിൻറ്റും ആണ്, എന്നിട്ട് ആകെ വൃത്തിയായിട്ടുണ്ട്. ഈ വാക്സിൽ ചെയ്ത കരിയും അതും ഇതൊക്കെ അവിടെ ആയിട്ടുണ്ട്. കാരണം ഓരോ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും ഓരോന്ന് കഴിഞ്ഞാൽ നേരെ എടുത്ത് ആ ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കും. പിന്നെ അതിങ്ങനെ കുഞ്ഞിങ്ങനെ വരും. അതൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഓരോ പ്രാന്തുകൾ. ഇതൊക്കെ കഴിഞ്ഞതൊക്കെ വൃത്തിയാക്കി എടുത്ത് വെക്കണമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ചെയ്യാനുള്ള മൂടേ പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ വുഡൻ സ്റ്റാൻഡും എൻ്റെ അല്ലറ ചില്ലറ ആക്രി ടൂൾസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഡെസ്കിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കട്ടെ. ഡെസ്ക് ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടതാണ്. ഡെസ്ക് ഞാൻ തലേ ദിവസം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന്
അതും കൂടെ ചെയ്യാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മോപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇത് തന്നെ റൂമിൽ യൂസ് ചെയ്യുന്ന മോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ കാണാനും. ഇത് ടിമോന്ന് വാങ്ങിച്ചതായിരുന്നു. ഇവിടെ അങ്ങനെ വീട്ടിലെ മുകൾ എപ്പോഴും അങ്ങനെ മോപ്പ് ചെയ്യാറില്ല, അതായത് വീക്കെൻഡ്സിൽ മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം വേറെ റൂംസ് ഒന്നും ആരും യൂസ് ചെയ്യുന്നില്ല, ഇവിടെ എൻ്റെ റൂം മാത്രമേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ റൂം അങ്ങനെ ക്ലീൻ ചെയ്യാറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇത് ഞങ്ങൾ കഴിഞ്ഞ ഇയറിൽ വാങ്ങിച്ചതായിരുന്നു. എനിക്കും അനിയത്തിക്കും കഴിഞ്ഞ ഇയറിൽ, അതായത് ബേബിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കണമായിരുന്നു ക്രിസ്മസ് തീമിൽ. പിന്നെ ഞങ്ങൾക്കും റൂമിലൊരു ക്രിസ്മസ് വൈബൊക്കെ ആക്കാലോ എന്ന് വിചാരിച്ചിട്ടും അങ്ങനെ ചെയ്തതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഇയറിൽ ഞങ്ങൾ ഇതുപോലത്തെ ക്രിസ്മസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലറ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമാണല്ലോ, ലൈറ്റ്സും ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ റൂമിൽ. എനിക്കും എൻ്റെ അനിയത്തിക്കും അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്നങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് അത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. നമ്മൾ ഇതിന് എത്രയൊരു 300 400 ആ ഒരു റേഞ്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, അതായത് ഏകദേശം ഒരു 400-നടുത്ത്. പിന്നെ ഇത് കുറച്ച് കാലം ഇങ്ങനെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് പിന്നെ എൻ്റെ ഉമ്മ അതൊക്കെ കൂടെ എടുത്തിട്ട് എല്ലാം കെട്ടി ഭദ്രമായി എടുത്ത് വെച്ച്. കാരണം എനിക്കാണ് ഇങ്ങനത്തെ ചില്ലറ പ്രാന്തുകളും ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് ചെയ്തു വെച്ചാൽ ഞാനാണ് അതുമല്ലൊന്നും ആരും തൊടാൻ സമ്മതിക്കില്ല, അതൊന്നും മാറ്റി വെക്കാൻ ഒന്നിനും സമ്മതിക്കാത്ത ആൾ ഞാനാണ്. അപ്പോൾ ഞാൻ പിന്നെ നാട്ടിൽ നിന്നേ പോയപ്പോൾ പിന്നെ എല്ലാവർക്കും സുഖമായല്ലോ ഒക്കെ എടുത്ത് കെട്ടിപ്പൊടി എടുത്ത് വെക്കാമല്ലോ. ഉമ്മ പൊടിയാവേണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ പോയതുകൊണ്ടൊന്നും എടുത്ത് വെച്ചതല്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കാലുകളാണ് കേട്ടോ. ഇത് വാങ്ങിച്ചപ്പോഴേ കടക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 3 കാലുകളും കൊണ്ടുപോയി കളയരുത് എന്നുള്ളത്, കാരണം അത് വേറെ സ്പെയർ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതാകുമ്പോൾ നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഡെസ്കിൻ്റെ അടുത്ത് നല്ലൊരു വ്യൂ ഉണ്ടാവുമല്ലോ. അതായത് നമ്മളിങ്ങനെ ഡെസ്കിൻ്റെ മുന്നിലേക്ക് ഇരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു പ്രത്യേക വൈബൊക്കെ കിട്ടുമല്ലോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ളത് എൻ്റെ തലക്കകത്ത്. അത് എത്രത്തോളം പ്രാവർത്തികമാകും ഇല്ലേ എന്നുള്ളത് നമുക്ക് വീഡിയോ ലാസ്റ്റെത്തപ്പോൾ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസിന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചിലപ്പോൾ എൻ്റെ വോയിസിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് നോയ്സ് ഉണ്ടാവും, ലൈക്ക് ഈ വണ്ടികൾ പോകുന്ന സൗണ്ട് കാര്യങ്ങൾ. ഞാൻ റൂമിലത്തെ ജനലും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീട് റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഫുൾ ടൈം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എത്ര ആയാലും എനിക്ക് തോന്നുന്നത് എൻ്റെ ഫോണാണ്, ഞാൻ iPhone 15 Pro ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഫോണിനുള്ളൊരു കഴിവാന്ന് തോന്നുന്നുണ്ട്. ഏത് അപ്പുറത്ത് അങ്ങകലുള്ള ഏത് സൗണ്ടും ക്യാച്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് തോന്നുന്നുണ്ട്. എല്ലാ വൃത്തിയായിട്ട നോയ്സും കാര്യങ്ങളൊക്കെ എൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് ഭ്രാന്ത് കടിക്കും. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഒരു പാതിരാത്രി 12 മണിക്ക് ശേഷമൊക്കെ ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന്. പക്ഷെ ആ സമയത്ത് ഭയങ്കര നിശബ്ദത ആയിരിക്കും. അപ്പോൾ ആകെ നിശബ്ദമായ അന്തരീക്ഷത്തിലിരുന്ന് ഞാൻ കളകളാന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ളവർ വിചാരിക്കും എന്താ ഭ്രാന്താണ്, അല്ലെങ്കിൽ ഇവൾക്ക് ഇപ്പോഴും ഉറങ്ങാനായില്ലേ എന്നൊക്കെ വിചാരിച്ച് പിന്നെ ചീത്തയായിരിക്കും. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഉറക്കൊഴിച്ച് ഓവർ ടൈം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നിങ്ങൾക്കൊന്നും ആരോഗ്യത്തിന് കേട്, അത് ഇത് നിങ്ങൾക്ക് നെയ്ച്ചിക്കാനുള്ള ശേഷിയില്ലാത്ത. അപ്പോൾ അപ്പൊക്കെ എപ്പോഴും എന്നെ കാണുമ്പോൾ ഉപദേശിക്കാനുള്ള കാര്യം അതേ ഉള്ളൂ. നമ്മളൊരു മനുഷ്യന് ഏറ്റവും ശരീരത്തിന് ഏറ്റവും പ്രധാനം നമ്മൾ 4 നേരം ഫുഡ് കഴിക്കണം, അത് കറക്റ്റ് സമയത്ത് കഴിക്കണം. പിന്നെ ആവശ്യമായ ഉറക്കം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അത് ഉറക്കത്തിലാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മ ചീത്ത പറയും, നിങ്ങൾ എപ്പോഴും അവളെ കാണുമ്പോൾ പറയുന്നല്ലോ ഇനി ഇങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ അടുത്ത് പറയും നമുക്ക് ആരോഗ്യം ശരിയാലോ, വേറെ എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുള്ളൂ, വേറെ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. കുറേ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കുറേ പൈസ കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ആരോഗ്യം വേണം അത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. അതൊക്കെ ശരിയാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ നമുക്ക് എന്താ പറയുക, കുറേ കാര്യങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം നമ്മൾ വിചാരിച്ച രീതിക്ക് മുന്നോട്ട് പോകില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഉറക്കൊഴിച്ച് ചെയ്യേണ്ടി വരും, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ശരിയാണ് പാരൻസ് പറയുന്നതിന്. പണ്ടൊക്കെ തോന്നിയിരുന്നു പാരൻസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ ഇതിങ്ങനെ എന്തിങ്ങനെ പറയുന്നത് ഇത്. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ ഏജ് ആയി, അതായത് ഇപ്പം നമ്മളൊക്കെ 24 ഒക്കെ ഈ സമയത്താണെങ്കിൽ ബോധോദയം വന്നേ തോന്നുന്നത്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നും, അവർ പറഞ്ഞത് ശരിയായിരുന്നു, അവർ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. പേരൻസ് പറയും നിങ്ങളെക്കാളും കുറച്ചധികം ഓണം ഉണ്ട് ആൾക്കാരാണ് ഞങ്ങളെന്ന് പറയും. അതൊരു പഴമക്കാർ പറയുന്ന ഒരു പഴമൊഴി പോലെ ആണ്. പക്ഷേ അതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്തത്തെ ഒരു ചോരത്തിളപ്പിൽ നമ്മൾ വിചാരിക്കും പിന്നെ ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും. പക്ഷേ നമ്മളതൊക്കെ കെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ബ്ലാ ടോക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വെക്കും. നമുക്ക് നേരെ ക്രിസ്മസ് ട്രീയിലേക്ക് വരാം. അപ്പോൾ ഏകദേശം ഞാൻ അവിടെ ഇവിടേക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ആണ്, പക്ഷേ ഇത് മതി ഒരു റൂമിലേക്ക്, ഇത് ധാരാളം. ഞങ്ങൾ ഈ ക്രിസ്മസ് ട്രീ അന്ന് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്.
എന്നിട്ട് ബസ്സിൽ ഇത് പിടിച്ച് വരുമ്പോൾ എല്ലാവരും ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നത് എന്താണ് ഇവരുടെ കയ്യിൽ, എന്താ അവർ കൊണ്ടുപോകുന്നത്. നേരം അന്തം വിട്ട് കുന്തമൊഴുകിയ നോട്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ സ്കൂളൊക്കെ വിട്ട സമയമായിരുന്നു, വൃത്തിയിട്ട് തിരക്കും നല്ല അവസ്ഥയായിരുന്നു. എന്തായാലും അതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്നെ ചെയ്തപ്പോഴും അന്ന് വാങ്ങിക്കാൻ പോയതും അതും ഇതും കുറച്ച് നേരത്തെ പോയാൽ മതിയായിരുന്നു അന്ന്. പക്ഷേ ക്ലാസ്സൊക്കെ വിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി പോയപ്പോഴും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കുറേ ബിഹൈൻഡ് ദ സ്റ്റോറീസ് ഭയങ്കര രസമാണ് ചില സമയത്ത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ സാധനങ്ങൾ ഇതിലേക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ പിന്നെ ലാസ്റ്റ് ആണോ ചെയ്യുന്നത്. കയ്യിലുള്ളതിന് ആദ്യം സെറ്റ് ചെയ്ത് വെച്ച് ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിക്ക് ഉണ്ട്. ഇനി കുറച്ചുകൂടെ ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പുതുതായിട്ട് നല്ല ഭംഗിയുള്ള എന്തെങ്കിലും കളക്ഷൻസ് ഒക്കെ ഉണ്ടോ നോക്കാം. ഇനി അടുത്തത് ഞാൻ ചെയ്തത് എൻ്റെ ടോസ്റ്റ് ലാമ്പ് ഒന്ന് ചാർജിന് ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ തലേ ദിവസം ക്ലാസ്സിലേക്ക്, അതായത് എനിക്ക് ഇല്ലുസ്ട്രേഷനിലൊന്ന് പെയിൻറ് അടിക്കണ്ടായിരുന്നു ഒരു ചിത്രത്തിന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഡെസ്ക് ലാമ്പ് ഇല്ല. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്നും. അത് കയ്യിൽ കിട്ടിയാൽ ഞാൻ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യേണ്ടത്. ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഒരു 100 സംതിങ് എന്തോ വരുന്നുള്ളൂ അത്. കാരണം ഞാനിങ്ങനെ എപ്പോഴും യൂസ് ചെയ്യില്ല. ഇങ്ങനെ ചിത്രങ്ങൾക്ക് ഇങ്ങനെ പെയിൻറ് ചെയ്യുമ്പോൾ, അതായത് സൈഡൊക്കെ പെയിൻറ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാണണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വലിയ എക്സ്പെൻസീവ് ആയിട്ടൊന്നും വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചത്. ഇങ്ങനെ ഡെസ്ക് ലാമ്പ് കത്തിച്ച് പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ അത് യൂസ്ഫുൾ ആവും. എനിക്ക് തന്നെ വല്ലപ്പോഴുള്ള ആവശ്യത്തിനല്ല വിചാരിച്ചിട്ടും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നങ്ങനെ ഡെസ്ക് ലാമ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ ടോസ്റ്റ് ലാമ്പ് കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കുറേ നേരം ഇരുന്ന് ചെയ്തിട്ട് അത് ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുത്തി വെച്ചു. ഇനി അടുത്തത് എൻ്റെ വിൻഡോൻ്റെ അവിടെ ഞാൻ കുറച്ച് ഫെയർ ലൈറ്റ്സ് തൂക്കിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഞാൻ പഴയ ഫോട്ടോസ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ യൂസ് ചെയ്ത ആ ഒരു സ്റ്റാർ പോലത്തെ ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ്സ് ആണ് കേട്ടോ. ഇതിന് 400 അങ്ങനെ എന്തോരുന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കുറേ മുമ്പ് വാങ്ങിച്ചതാണ്. അതുകൊണ്ടേക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും തരാൻ കഴിയില്ല. ഇതിനെക്കുറിച്ചിട്ട് വേറെ ഒരു ഡീറ്റെയിൽസ് എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ ഞാൻ എൻ്റെ റൂമിൽ ഇങ്ങനെ വിൻഡോയുടെ അടുത്ത് കൂടെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ നമ്മുടെ ഈ റമദാനൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് വൃത്തിയാക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിൽ കുറച്ച് വൃത്തിയുടെ അങ്ങേതലയാണ്. അപ്പോൾ ഇതൊക്കെ അതുമൊന്നൊക്കെ കഴിച്ച് വെച്ച് ഇതുപോലെ ബാഗിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഇങ്ങനെ വെറുതെ ബാഗിൽ കിടക്കില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ക്രിസ്മസ് ഒക്കെ ആണല്ലോ, അപ്പോൾ ഈ ഒരു മാസം നമ്മുടെ റൂമിൽ ഇങ്ങനെ കത്തിച്ച് വെക്കാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ രാത്രി ഇങ്ങനെ രസമാണല്ലോ, വല്ല ഫിലിമൊക്കെ കണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോണിൽ വീഡിയോസൊക്കെ കണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഒറിജിനലായിട്ടുള്ള ഈ വൈറ്റ് കളറിലുള്ള ബൾബ് ഇടാണ്ട് ഈ ഒരു ഫെയർ ലൈറ്റ്സ് ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളെ വീട് റോഡ് സൈഡിലാണെന്ന്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ പോലെ ഒന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പ് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂമിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഓപ്പോസിറ്റ് ആണല്ലോ, അപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് ഞാൻ നോക്കുമ്പോഴും അവരുടെ ആ ഒരു കട ഇങ്ങനെ ഫേസ് ടു ഫേസ് പോലെ ആയിരിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതുപോലെ ഫെയർ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഭയങ്കര ഭംഗി രാത്രി കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ റൂമിൽ അങ്ങനെ സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് അവർ പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ ആ കുട്ടിയുടെ റൂമിൽ കണ്ട് നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് ഒക്കെ എത്തുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കട്ടെ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ. അവരങ്ങനെ വിചാരിക്കുന്നത് വേണ്ട, ഞാൻ ആ ഉദ്ദേശം വെച്ചിട്ടൊന്നല്ല കേട്ടോ, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫെയർ ലൈറ്റ്. ഇതാ കൂടെ കെട്ടുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര പ്രാന്ത് കടിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഈ കെട്ടുടങ്ങിയതൊക്കെ എടുത്ത് അഴിച്ച് വൃത്തിയാക്കുക, ആരുടെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ പിന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം ഇത് ഇരുന്നിട്ട് ഞാനിനി സോർട്ട് ചെയ്യണം. ഇതിങ്ങനെ, അതായത് നമ്മൾ എടുത്ത് വെക്കുമ്പോഴേ വൃത്തിക്ക് എടുത്ത് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഉമ്മ അത് അപ്പം എടുത്ത് വെച്ച ബാഗ് കൂടെ ചിലപ്പോൾ അതൊന്നും പറിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി കൂട്ടി ബാഗിലിട്ട് വെച്ചിട്ടുണ്ടാവും. അതാണ് ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു നീണ്ട പരിശ്രമത്തിൻ്റെ ഒടുവിലാണ് കേട്ടോ ഞാനിത് സെറ്റാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. സെറ്റാക്കി ഞാനൊരു വിധമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വൃത്തിയായിട്ട ചൂടും. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഇതുപോലെ വിൻഡോയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല, കാരണം വിൻഡോയിൽ കയറി നിന്നിട്ടൊക്കെ വേണം അത് ചെയ്യാൻ. അപ്പോൾ എനിക്കതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ലൈറ്റ്സ് ഇട്ടിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു കുഞ്ഞു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ പെഗ് ബോർഡിൽ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കില്ല എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഇതിന്മേൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെയർ ലൈറ്റ്സ്. അപ്പോൾ ഞാൻ ഡെസ്ക് മൊത്തത്തിലൊന്നും കൊടുക്കുന്നില്ല. ക്രിസ്മസ് ട്രീയുടെ അവിടെ പിന്നെ വിൻഡോസിൻ്റെ അവിടെ അത്ര മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ, അതായത് കുറച്ച് ഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ പെഗ് ബോർഡിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഉള്ളിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ട്രീയുടെ അവിടെ നോക്കുമ്പോൾ പിന്നിൽ ഇങ്ങനെ ലൈറ്റ് കത്തുന്ന പോലെ തോന്നുമല്ലോ. അപ്പോൾ ആ ഒരു വൈബിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുഴപ്പമില്ല, സെറ്റ് ചെയ്ത് വന്നപ്പോൾ രസമുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ അതിൻ്റെ വയറ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്ന കണ്ടിട്ടേക്ക് എന്തോ ഒരു വൃത്തികേട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. കുറേ കാലമൊന്നുമില്ലല്ലോ, ഈ ഒരു മാസം മാത്രമല്ലേ, അപ്പോൾ നമുക്ക് അതൊക്കെ എൻജോയ് ചെയ്യാം. അങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്ത് കാര്യങ്ങളും, എന്താ പറയുക, അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വരില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കൂടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ക്രിസ്മസ് ഒരു പ്രത്യേക വൈബാണ്. ഞാൻ പറഞ്ഞല്ലോ, ബർമൺസ് ആണ് എൻ്റെ ഫേവറേറ്റ്സ്. അതിൽ എല്ലാ ബർമൺസിലും, അതായത് നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ, അതൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഓട്ടം ആ ഒരു വൈബായിരിക്കും. ഡിസംബർ ആണ് അതിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ളൊരു വൈബും നല്ല രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്രിസ്മസ് വൈബ്, ഭയങ്കര രസമാണ്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരും. അവിടെ ഇപ്പോൾ യു കെയിൽ ഇങ്ങനെ ആ കൂടെ, യു കെയിൽ നല്ല എല്ലാ യൂറോപ്പ് കൺട്രീസിലും മഞ്ഞൊക്കെ വീണ് ആകെ മഞ്ഞൊക്കെ മൊത്തത്തിൽ
ഫാളിംഗ് ഒക്കെ ഉള്ള ടൈമാണല്ലോ. പിന്നെ സിറ്റി സെൻറ്ററിലാണെങ്കിലും ക്രിസ്മസിൻ്റെ ഓരോ സ്റ്റോളുകളും അറേഞ്ച്മെൻറ്റ്സും ഭയങ്കര ഭംഗി കാണാനും. ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ഇരുന്ന് ഹീ 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 എന്ന് പറയും. ഇൻഷാ അല്ലാ അതൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രസമുണ്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇനി അടുത്തത് ബുള്ളറ്റ് ജേണൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ബുള്ളറ്റ് ജേണൽ ചെയ്യൽ നിർബന്ധമാണല്ലോ. ഇതിൽ ഞാൻ ബുള്ളറ്റ് ജേണൽ സെറ്റ് ചെയ്യുന്നത് വല്ലാണ്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തായാലും കാണിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ അങ്ങനെ കാണിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിൽ എങ്ങനെയൊക്കെയാണ് അതായത് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിൽ കാണാം. അപ്പോൾ നവംബർ മാസം ഭയങ്കര ശോകാവസ്ഥ അല്ല, എന്താ പറയുക, കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും അതിലില്ലായിരുന്നു. ഒരു കുഞ്ഞു ജേണൽ സ്പ്രെഡ്സ് ആയിരുന്നു അതിലധികം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങളുണ്ട് കോളേജൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. കോളേജിൽ ആദ്യമൊക്കെ കുഴപ്പമില്ല, കുറച്ചായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും കാര്യങ്ങളിങ്ങനെ കൂടി ഇങ്ങനെ വരികയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വല്ല ലീവോ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ വർക്ക്സ് പിന്നെ ഓവർലോഡായിട്ട് ഇങ്ങനെ വരും. അപ്പം അതെല്ലാം കൂടെ എനിക്കാണെങ്കിൽ വീട്ടിലെ മെഷീനില്ല. അപ്പോഴേക്ക് ക്ലാസ്സിൽ പോയിട്ട് തന്നെ വേണമെങ്കിൽ ഓരോ കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യാനും അതും ഇതൊക്കെ. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ബുള്ളറ്റ് ജേണൽ ഞാനൊരു ക്രിസ്മസ് തീമിൽ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എന്തായാലും ഡിസംബറിൽ നമുക്ക് ക്രിസ്മസ് ആണല്ലോ. ക്രിസ്മസും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ തീമിൽ തന്നെ നമുക്ക് പൂജ സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനതിൽ ചിത്രങ്ങൾ വരയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എല്ലാം പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം വരച്ച് ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്ത് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ ഒരുപാട് ടൈം എടുക്കും അതിമില്ല. അപ്പോഴേക്ക് അതിന് മാത്രമുള്ള ടൈമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ചിത്രങ്ങൾ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അതായത് എങ്ങനെയൊക്കെയാണ് ഒട്ടിക്കേണ്ടതെന്നുള്ള ആ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിനനുസരിച്ചിട്ട് നമുക്ക് അതായത് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനനുസരിച്ച് അങ്ങനെ ഒട്ടിച്ചെടുത്ത് പോയാൽ മതി. അപ്പോൾ എന്നും ചെയ്യുന്ന സ്പ്രെഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിൽ. ഞാൻ ഇനി വിചാരിക്കുന്നുണ്ട് അതായത് പോയി ഡിസംബറിലൂടെ കഴിഞ്ഞിട്ട് ജനുവരി മുതൽ ബുള്ളറ്റ് ജേണലിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്ന അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ജേണൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്പ്രെഡ്സും കാര്യങ്ങളൊക്കെയാണല്ലോ ഞാൻ എപ്പോഴും ആഡ് ചെയ്യാം. അപ്പോൾ ആ സെയിം കാര്യങ്ങൾ തന്നെ എപ്പോഴും ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ എപ്പോഴും വീഡിയോ ആയിട്ട് ചെയ്യാൻ മാത്രത്തിന് ഉണ്ടോ എനിക്കിങ്ങനെ ഒരു കൺഫ്യൂഷൻ. കാരണം പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ പിന്നെയും പറയേണ്ടത്. ഡെക്കറേഷൻസ് മാറും എന്നല്ലാണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ സെയിം ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ജനുവരി മുതൽ മറ്റേക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഈസിയാണ്. അതായത് ഇപ്പോൾ ഈ ജേണൽ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ പെൻപാലിങ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഒരു 1 or 2 hours കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതാണ് ബുദ്ധിമുട്ട്. അതാണ് എനിക്കിങ്ങനെ ലാഗായിട്ട് പെൻപാൽസൊക്കെ ഇങ്ങനെ ലാഗായിട്ട് പോകുന്നത്. അതായത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മറ്റേത് ഞാൻ രാത്രി ഇരുന്ന് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടുന്ന സമയത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തീരാവുന്ന കാര്യങ്ങളുള്ളൂ. അതുപോലെ തന്നെ ജേണലും പെട്ടെന്ന് തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ വീഡിയോ എടുക്കണം അതെന്നങ്ങനെ ചിന്തിക്കും. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റുമോ വെളിച്ചുള്ള സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും ജനുവരി മുതൽ ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ജേണൽസ്. എന്തെങ്കിലും പുതിയ സ്പ്രെഡ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത്. അല്ല സെയിം സ്പ്രെഡ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പരമാവധി ഒഴിവാക്കാനുള്ളതാണ് വിചാരിക്കുന്നത്. എന്നാലും നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആദ്യം എനിക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പ്ലാൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജേണൽ. അങ്ങനെ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയും ഫെയറി ലൈറ്റ്സും അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് ഡെസ്കിലേക്കുള്ള കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഡിസൈൻ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെന്താ പേര് പറയാൻ എനിക്കറിയില്ല, പക്ഷേ എല്ലാ ക്രിസ്മസിൻ്റെ ഇതിൽ കാണാറുണ്ട് ഇത്. അപ്പോൾ അത് ഞാൻ 3 പ്രിൻറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഡെസ്കിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ തവണ ഞങ്ങൾ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിൽ ഞാൻ ഫെയറി ലൈറ്റ്സിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്തൊക്കെയായിരുന്നു ഇത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇത് അങ്ങനെ ചെയ്യേണ്ട. കാരണം ഫെയറി ലൈറ്റ്സ് വല്ലാണ്ട് ഞാൻ റൂമിലേക്ക് കൊടുത്തിട്ടില്ലല്ലോ, വിൻഡോസിൻ്റെ സൈഡിലല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഓർഗനൈസറിൻ്റെ അടുത്ത് ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ പെഗ് ബോർഡിൽ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ ക്ലിപ്പിലും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതായത് നമ്മുടെ ഓർഗനൈസറിൻ്റെ അവിടെ അതങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ അപ്പോൾ ക്ലിപ്പിൽ വെക്കാനുള്ളത് ഞാനിങ്ങനെ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രസമുണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. എനിക്കിഷ്ടമായി എന്തായാലും. അതായത് ആ കളർ നല്ല മാച്ച് ഉണ്ട്, ആ ബ്രൗണും വൈറ്റും എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ഡിസൈൻസ് കൂടെ ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ദിസ് ദ ഡയമണ്ട് സീസൺ അതും പിന്നെ ദ ക്രിസ്മസ് ക്ലബ് അതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ദ ക്രിസ്മസ് ക്ലബ്.
അപ്പോൾ അത് ഞാൻ നമ്മുടെ പെഗ് ബോർഡിൽ തന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്തത് ദിസ് ദ ഡയമണ്ട് സീസൺ എന്നുള്ളത് ഞാൻ നമ്മുടെ ഈ വൈറ്റ് ഓർഗനൈസർ ഉണ്ടല്ലോ അതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു സൈഡിലായിട്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ക്ലിപ്പ് യൂസ് ചെയ്തിട്ടാട്ടോ എന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത്. എനിക്കും അത് നല്ല രസമായിട്ട് തോന്നി, കാരണം ഒക്കെ ഒരു വൈറ്റ്, ഒരു ലൈറ്റ് പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണല്ലോ, അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നല്ല മാച്ചാണ് തോന്നി. ഇനി അടുത്തത് ദ ക്രിസ്മസ് ക്ലബ്. ഇത് ഞാൻ ഇതുപോലെ നമ്മൾ നേരത്തെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ക്ലിപ്പിൽ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഡിസംബറിൻ്റെ ക്യാലണ്ടർ. അത് ഓൾറെഡി ഞാൻ പെഗ് ബോർഡിൽ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഒന്നും കൂടെ ഡെസ്കിൽ വെക്കാം എന്നുള്ള രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു DIY വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു ക്യാലണ്ടർ. അപ്പോൾ അത് ഞാൻ ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ ഡെസ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ പൊതുവേ വീഡിയോസിൽ കോഫി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കുടിക്കാറ് അങ്ങനെയൊന്നും ഇല്ല. ഇപ്രാവശ്യം ഒരു ആഡംബരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ ആളായിട്ട് കോഫിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തിരക്കിൽ ഞാനത് കുടിക്കാൻ മറന്ന് പിന്നെ തണുത്ത് പിന്നെ എനിക്കത് വേണ്ട എന്നുള്ളൊരവസ്ഥയായി. അപ്പോൾ അതെന്തായാലും ഞാനൊരു ഭംഗിക്കയുടെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് പോസ്റ്റ് കാർഡ്സ് ഞാൻ പ്രിൻറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പെൻപാൾസ് സെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഒക്ടോബറിൽ വന്ന പെൻപാൾസ് ആണ്, പക്ഷേ ഞാനത് സെൻഡ് ചെയ്യുന്നത് എന്തായാലും ഡിസംബറിലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്രിസ്മസ് കാർഡ്സും പിന്നെ അതുപോലത്തെ പോസ്റ്റ് കാർഡ്സും അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ 2 ആണ് ഇപ്പോൾ എൻവലപ്പ് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും ഞാൻ ഈ പെൻപാലിൻ്റെ എൻവലപ്പിലേക്ക് തന്നെ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവിടെ പോയി ഇവിടെ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിൻ്റെ താഴെ പോയിട്ട് പിന്നെ ഞാൻ ആവശ്യ സമയത്ത് തിരയുമ്പോൾ അതെന്തായാലും കാണില്ല. അപ്പോൾ അതെല്ലാം ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ രാത്രിയിലെ വ്യൂ വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഹലോ ഡിസംബർ എന്നുള്ള വീഡിയോ. പിന്നെ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.